ദൈവത്തിന് സ്തുതി. പ്രഭാതകിരണത്തിലേക്ക് സ്നേഹവന്ദനം. ഭാഗം 2372. ഇന്ന് ജൂൺ മാസം 29-ാം തീയതി, ഈ ആണ്ടിലെ 180-ാമത്തെ ദിവസത്തിലെത്തി. ഇന്ന് സ്ലീഹാ നോമ്പ് വീടലാണ്. അതോട് ചേർന്ന് പരിശുദ്ധന്മാരായ സ്ലീഹന്മാരുടെ തലവന്മാരായ മോർ പത്രോസ് സ്ലീഹായുടെയും മോർ പൗലോസ് സ്ലീഹായുടെയും ഓർമ്മ പെരുന്നാൾ കൂടി സഭ കൊണ്ടാടുകയാണ്. പൗലോസ് അപ്പോസ്തലന്റെ ഒരു ഓർമ്മപ്പെടുത്തലുണ്ട്. മൺപാത്രത്തിലാണ് ഈ വലിയ നിധി ഞങ്ങൾക്ക് ലഭിച്ചതെന്ന്. കൊരിന്തിയ സഭയ്ക്കെഴുതിയ 2-ാം ലേഖനത്തിന്റെ 4-ാം അധ്യായത്തിലുണ്ട് മൺപാത്രത്തിൽ ലഭിച്ച നിധിയെക്കുറിച്ച്. ട്രഷർ ഇൻ ക്ലേ. മൺപാത്രത്തിൽ കിട്ടിയ നിധി ക്രിസ്തുയേശു അല്ലേ? സംശയമൊന്നുമില്ല. എല്ലാവരും എല്ലാ കാലത്തും ഈ നിധിയെക്കുറിച്ച്, യേശുവിനെ കുറിച്ച് സമൃദ്ധമായി മിണ്ടുന്നുണ്ട്. എന്നാൽ പലരും നല്ല മിക്കവരും ഈ നിധിയിരിക്കുന്ന മൺപാത്രത്തെക്കുറിച്ച് പൊതുവെ നിശബ്ദരാവുന്നുണ്ട്. ഈ പിതാക്കന്മാരുടെ ഓർമ്മയിലും ഈ നോമ്പിന്റെ സമാപനത്തിലുമൊക്കെ യേശുഭാവം ഉള്ളിലായിരിക്കുന്ന, നമ്മൾ ഓരോരുത്തരുമായിരിക്കുന്ന ശരീരമാകുന്ന മൺപാത്രത്തെക്കുറിച്ചും ധ്യാനിക്കുന്നത് നല്ലതാണ്. മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയതാണ്. ഒടുവില് മണ്ണിലേക്ക് തിരികെ ചേരേണ്ടതുമാണ്. അങ്ങനെയാണ് ഓരോ മരണാനന്തര ശുശ്രൂഷകളും അവശേഷിച്ചിരിക്കുന്ന, അതെ, നമ്മൾ ഓരോരുത്തരെയും വീണ്ടും പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നതും. മണ്ണുകൊണ്ട് മെനഞ്ഞുണ്ടാക്കിയത് കൊണ്ട് തന്നെയാവും മണ്ണിന്റെ ഗുണവും ദോഷവും ഒക്കെ നമ്മളിലുണ്ട്. മണ്ണിന്റെ ഗുണവും ദോഷവും ഒക്കെ. ഒരു ചാറ്റൽ മഴ മതി വല്ലാതെ ചെളിയാകാനായിട്ട്. ഇത്തിരി കടുപ്പമുള്ള മഴ, പെരുമഴയാണെങ്കിൽ ഇല ഒലിച്ചു പോകാനായിട്ട് അധികം നേരമൊന്നും വേണ്ട. നല്ല വെയിലാണെങ്കിൽ വിണ്ടുണങ്ങി വരണ്ട് വല്ലാതെ പൊടിഞ്ഞു തുടങ്ങും. അമിത ഉപയോഗം കൊണ്ട് ഒരുതരം അതിന്റെ ഒരു ഫലപുഷ്ടി നഷ്ടപ്പെടുന്നുമുണ്ട്. മണ്ണിനെ കുറിച്ചാണ്, അതെ, ശരീരമാകുന്ന എന്നെ കുറിച്ച് തന്നെയാണ്. അതിനകത്തേക്ക് കുറച്ചും കൂടി ക്രിസ്തുവംശം ഒന്ന് ഉൾപ്പെടുത്താനായിട്ട് ഈ ദിനം ഒന്ന് പ്രത്യേകമായിട്ടൊന്ന് ശ്രദ്ധിക്കാൻ പറ്റുമോ? ഒരു ദിനം മാത്രമല്ല, ഇന്നു മുതൽ കുറച്ചുകൂടി ഒരു യേശു അംശത്തെ സ്വന്തം ജീവിതത്തിനകത്തേക്ക് ബോധപൂർവം ഉൾപ്പെടുത്തുക. ആ ഒരു യേശു ബോധത്തിലും ബോധ്യത്തിലും കാഴ്ചയിലും കാഴ്ചപ്പാടിലും തുടർന്ന് ജീവിക്കാനായിട്ട് ഒന്ന് ശ്രമിച്ചു തുടങ്ങിയാൽ അതൊരു പുതിയ ആരംഭമായിരിക്കും. ഏതൊരാൾക്കും അതിന് സാധിക്കട്ടെ. പ്രാർത്ഥനയോടുകൂടി ആമേൻ.